അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമ മൊയിലാഞ്ചിക്ക് അണിഞ്ഞ് മൊയിലാഞ്ചി കല്യാണത്തിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. മരണവാർത്ത കേട്ട ഭർത്താവ് വല്ലാണ്ട് ഞെട്ടിപ്പോയി. കാരണം മൊയിലാഞ്ചി അണിഞ്ഞ് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫാത്തിമ. സന്തോഷത്തിൻ്റെ നിമിഷം. നാളെയാണ് കല്യാണം. മണിയറയിലേക്ക് പോകണ്ട നല്ല ആരോഗ്യമുള്ള സുന്ദരിയായ ഫാത്തിമ പോയതോ മണ്ണറയിലേക്കാണ്. എന്താണ് ഈ ഫാത്തിമക്ക് സംഭവിച്ചത്? നമ്മൊരു കാര്യം ഓർക്കണം. നമ്മൾ ചിരിക്കുമ്പോൾ, നമ്മൾ കളിക്കുമ്പോൾ, നമ്മൾ ഹറാം കാണുമ്പോൾ, ഹറാം കേൾക്കുമ്പോൾ മരണം കാത്തി നിൽക്കുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഏത് സമയവും എപ്പോഴും മരണത്തെ ആസ്വദിക്കേണ്ടി വരും. ഉസ്താദാണെന്നോ മഹാജനം എന്നോ പാവപ്പെട്ടവനെന്നോ പാപ്പിയെന്നോ കുഞ്ഞാണെന്നോ വൃദ്ധനാണെന്നോ അങ്ങനെ ഒരു നോട്ടമേ ഇല്ല മരണത്തിന്. ഫൈദ ജാജലുഹും, അവരുടെ സമയം വന്നാൽ ലാ യസ്തഖിറൂന സാ, ഒരു നിമിഷം പോലും വൈകില്ല. നോക്കൂ ഫാത്തിമയുടെ ഒരുക്കം, കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്ത് അല്ലേ, ഇന്നല്ല നാളെ മാറാം, നാളെ തൗബ ചെയ്യാം. അങ്ങനെയുണ്ട് ചില ആളുകളൊക്കെ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഹറാമെന്നൊക്കെ വെടിവായി നിൽക്കണം. ഈ ചെറിയ പ്രായത്തിലോ അതങ്ങ് വലിയ പ്രായമാകുമ്പോഴേക്കല്ലേ അതൊക്കെ മാറേണ്ടത്. ഇപ്പോഴും നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട പ്രായമാണ്. ഉംറയിലേക്കൊന്ന് പോയിക്കൂടെ, ഹജ്ജിനൊന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോഴാണോ? ആരോഗ്യമുള്ള സമയത്തല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. നാളെ എന്നുള്ളൊരു സമയമില്ല. അപ്പോൾ നാം എവിടെയായാലും മരണം നമ്മെ പിടികൂടും എന്നുള്ളത് ഏത് സന്ദർഭത്തിലാണെങ്കിലും. ഫാത്തിമ മൊയിലാഞ്ചണിയുന്നു, ചുറ്റുന്നു, സുഹൃത്തുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സന്തോഷിപ്പിച്ചു കൊണ്ടുണ്ട്. പക്ഷേ ഫാത്തിമ മരണത്തിൻ്റെ വെപ്രാളത്തിലായിരുന്നു എന്ന് കൂടെ നിന്നവർക്ക് പോലും അറിഞ്ഞില്ല. ഐനമാക്കാനു ഇതിരിക്കുമല്ലോ, നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളെ പിടികൂടും. ചോദ്യം ചോദിക്കുക, ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ മരണം വരില്ലേ? കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ മരണം വരില്ലേ? ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹറാം വീഡിയോ കാണുമ്പോൾ, അടച്ച മുറിയിൽ ഇരുന്നാലും ഹെഡ്ഫോൺ വെച്ച് ഹറാം കേൾക്കുമ്പോഴും മരണം വരില്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ നിന്നോട് നീ തന്നെ. മരണം വഴികാട്ടിയല്ല. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിയാൽ അവൻ രക്ഷപ്പെട്ടു. മനുഷ്യൻ്റെ പ്രവൃത്തി എന്നുള്ളത് തീർച്ചയായും വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അവസാന ദൃശ്യം, അവസാന ശബ്ദം, അവസാന വാക്ക്, ഇതൊക്കെയാണ് മരണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്നു, മനുഷ്യർ ജീവിച്ചതുപോലെയല്ല, മരിച്ചതുപോലെ അവർ ഖബറിൽ എഴുന്നേൽക്കും. എങ്ങനെയാണ് ഖബറിൽ മനോഹരമായാൽ പരലോകവും മനോഹരമായിരിക്കും. ഹറാമിൽ കഴിഞ്ഞുകൂടിയവർ ഇവയ്ക്ക് മരണത്തോടു കൂടി എല്ലാം അനുഭവിക്കേണ്ടി വരും. അക്സിറു ദിക്റ ഹാദിമുൽ ലസ്സാത്ത്, സുഖങ്ങളെല്ലാം തകർക്കുന്ന മരണത്തെ നിങ്ങൾ അധികരിപ്പിക്കുക, അധികമായി ഓർക്കുക. സുഖം എന്നത് എന്ത്? ചിരി, കളി, സന്തോഷം, ഹറാം ആസ്വാദനം, അവയുടെ നടുവിൽ മരണം വന്നാൽ അവ മോശമായ ലക്ഷണത്തിൻ്റെ മരണം.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചില കാര്യങ്ങൾ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നത് എവിടെയായിരിക്കും നമുക്കറിയില്ല. ഒന്നെങ്കിൽ വീട്ടിൽ, ഇല്ലെങ്കിൽ പള്ളിക്കാട്ടിലായിരിക്കും. നാം ഇങ്ങനെ ആഗ്രഹിച്ചു, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നടക്കും. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കൂട്ടുകൂട്ടിയവർ അത് പറയും. 1-2 ദിവസം അവരെ കണ്ണുകൾ നിറയും. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അങ്ങ് മറന്നേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമ്മളെ അറാമിൽ നിന്ന് മരിപ്പിക്കരുതേ എന്ന് നാം പ്രാർത്ഥിക്കണം. സജ്ദയിൽ വെച്ച്, നമസ്കാരത്തിൽ വെച്ച് ഞങ്ങൾ ഭർത്താവിനെ ആത്മാവ് സ്വീകരിക്കുന്ന സമയത്ത് മരണത്തിന് ഒരു നിശ്ചിത സമയമോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഫാത്തിമയുടെ മരണം വല്ലാതെ ചിന്തിപ്പിക്കുന്നത്. കാരണം എല്ലാവരും ഏത് സമയത്തും എപ്പോഴും എന്തും സംഭവിക്കാം. കഴിവിൻ്റെ പരമാവധി നന്മകൾ ശുക്റാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളത് വലിയ ഒരു സന്തോഷകരമായ ജീവിതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്ത് നോക്കൂ. ഫാത്തിമയുടെ മരണം കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അസ്രായിൽ വരുന്നു. ഫാത്തിമയെ റൂഹുമായി അസ്രായിൽ പിരിഞ്ഞു പോകുന്ന സന്ദർഭം. ഭർത്താവ് വാർത്ത കേട്ട് വല്ലാണ്ട് കരഞ്ഞുപോയി. കാരണം തൻ്റെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി തൻ്റെ ഇനെ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഭർത്താവ്. നേരെ പോയത് മണ്ണറയിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഓരോ സംഭവങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യണം. ഏത് സന്ദർഭത്തിൽ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. മരിക്കുന്ന നേരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മരണം വരികയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കൂ, മരണത്തെക്കുറിച്ച് ഓരോ ആയത്തും ഹദീസ് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഹദീസുകളാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.